അവനെ പിടിക്കേ വിടലേ. കള്ളൻ കള്ളൻ കള്ളൻ. മോഷ്ടിക്കുന്നതൊന്നും വലിയ കാര്യമല്ല, പക്ഷെ ഇവളുടെ അടുത്ത് എങ്ങാനും പെട്ടാവുണ്ടല്ലോ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോടാ. നീ പേടിക്കണ്ടാവേ. നിന്റെ ചേച്ചി ഇവിടെ ഉള്ളപ്പോ ഈ നായ്ക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും പേടി ചേച്ചിയുടെ മുഖത്തുണ്ട്. എനിക്കൊന്ന് പേടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. മതി, വണ്ടി നിർത്തി ചേച്ചി. ആ നായ വേറെന്ത കാര്യത്തിന് വേണ്ടി വേറെ വഴിയിലൂടെ പോയി. എന്നോട് ക്ഷമിക്ക് പ്ലീസ്, എന്നോട് ക്ഷമിക്ക്. സബാഷ് മോളെ, ഈ ബാഗിൽ ഞങ്ങളുടെ സാറിന്റെ പൈസയാ. ഇന്ന് ഈ ബാഗ് എന്റെ കയ്യിൽ തിരിച്ചു കിട്ടിയില്ല എന്ന് വെച്ചോ, ഇത്രയും കാലത്തെ വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടേനെ. ഭഗവാന്റെ കൃപ കൊണ്ട് നിനക്ക് നല്ലതേ ഒരു, നീ ആഗ്രഹിച്ച എല്ലാം നടക്കും. ഞാനീ കള്ളന്മാരെ പിടിക്കാൻ ഒന്നും ചെയ്തില്ലല്ലോ. ആ നായ പുറകെ വന്നപ്പോ ഞാൻ വേഗത്തിൽ ഓടിച്ചു വരായിരുന്നില്ലേ. അമ്മയുടെ മോളുടെ ഒരു കാര്യം. അവരെ കണ്ടിട്ടല്ല, ആ നായ കണ്ടിട്ടാണ് ഈ ചേച്ചി ഓടിപ്പോയതെന്ന് അറിഞ്ഞാലുണ്ടല്ലോ അവര് കരയും. ചേച്ചി പേടിത്തൊണ്ടിയാ. ഈ പേടിത്തൊണ്ടിയോ ആലോചിച്ചിട്ട് അവരെ അവർക്ക് തന്നെ ശിക്ഷ കൊടുക്കും. അമ്മേ, ദൈവം പറയുന്നൊക്കെ കള്ളാ. ആ നായ എത്ര വലുതായിരുന്നു അറിയാമോ? ഇത്രയും വലുതൊന്നല്ല, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല ക്യൂട്ടായിരുന്നു. പേടിത്തൊണ്ടി പേടിത്തൊണ്ടി. നിന്നെ ഞാനുണ്ടല്ലോ, അവിടെ നിൽക്ക്. പറഞ്ഞേ വേണ്ട. പപ്പ, രണ്ടുപേരും എന്താ ഇവിടെ കിടന്ന് ഓടിക്കളിക്കണോ? പപ്പ ദേവനുണ്ടല്ലോ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. എന്താടാ, എന്താ ചേച്ചിയോട് വികൃതി കാണിക്കുന്നത്? പോയി മതി മതി, രണ്ടാളും മാറിക്ക് അച്ഛനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ. നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വാങ്ങാൻ നിങ്ങൾ പോണ്ടാന്ന്. ഈ പച്ചക്കറിയും സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നത് വല്ലവരും കണ്ട എന്താ കരുത്? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തെ? കാണുന്നവർ എന്ത് വിചാരിക്കുന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയ ആൾക്കാരൊക്കെ എന്നെ പറ്റി എന്ത് ചിന്തിക്കും? പപ്പ, ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ എന്തിനാ പപ്പയെ വലിയ രാജാവിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്? ഞാൻ രാജാവ് തന്നെയല്ലേ? ആണോ? ഏത് രാജ്യത്തിന്റെ രാജാവാ? നിങ്ങളുടെയൊക്കെ മനസ്സ് കീഴടക്കുന്ന രാജാവ്. സ്നേഹം, ധൈര്യം, പിന്നെ നന്മ. സ്നേഹം, ധൈര്യം, സത്യം, ഇത് വെറും വാക്കുകൾ മാത്രമല്ല, വീർഗറിന്റെ അടയാളമാണ്. ഇതിൽ നമ്മുടെ പൂർവികരുടെ വിശ്വാസം മാത്രമല്ല, അവരുടെ ആത്മാവുകളും ഈ വാക്കുകളിൽ ഒളിച്ചിരിപ്പുണ്ട്. വീർഗറിന്റെ അടയാളം വീർഗറിലെ മക്കൾ അവരുടെ രക്തം കൊണ്ട് എഴുതിയിരിക്കുകയാണ്. അവരുടെ മക്കളുടെ രക്തത്തിൽ നമുക്കെങ്ങനെ മദ്യം കലർത്താൻ പറ്റും? അതുകൊണ്ട് കല്ലോറാം സർ, നിങ്ങളെ ഒരു ചേട്ടനെ പോലെ കണ്ടാ പറയുന്നത്. വീർഗറിന്റെ മണ്ണിൽ മദ്യ ഫാക്ടറികൾ തുടങ്ങാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. റാണിഷ, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, പണ്ടത്തെ പോലെ ഇപ്പൊ എസ്റ്റേറ്റിൽ നിന്നൊന്നും വലിയ വരുമാനമില്ല. കാലത്തിനനുസരിച്ച് നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പുറകോട്ട് പോകും. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. പിന്നെ വീർഗറിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കണ്ടേ? നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ ആര് ചിന്തിക്കാനാ? വീർഗറിന്റെ ഭാവി വീർഗറിലെ ചെറുപ്പക്കാരുടെ കൈകളിലാണ്.
അവർക്ക് ആവശ്യം ലഹരിയല്ല, നല്ല വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് അടുത്ത തവണ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ കോളേജിന്റെയോ ഹോസ്പിറ്റലിന്റെയോ പ്രപ്പോസലും കൊണ്ട് വരൂ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ ഡീലിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പുറപ്പെടാം. നമസ്കാരം. വരൂ കല്ലുറാം. നമസ്കാരമുണ്ട്. ഒരു വാതിലടഞ്ഞാൽ എന്താ 9 വാതിൽ തുറക്കില്ലേ? മഴ പെയ്യുമ്പോ മാവ് വിൽക്കാൻ പോയാൽ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുള്ളൂ. ലഹരിയുടെ രുചി ആർക്കാണ് അറിയാത്തത്? അവനെ അതിന്റെ മൂല്യവും അറിയൂ. നിങ്ങൾ മാഡത്തിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങയുടെ ധർമ്മപത്നിയല്ലേ? അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം വീർഗഡിന്റെ റാണിയായിരുന്നു. എന്റെ ഭാര്യയായതൊക്കെ പിന്നീടല്ലേ. ഒരു കാര്യമുണ്ട് കല്ലു സാറേ, ഞാൻ എന്തെങ്കിലും തരികിടയൊക്കെ കാണിച്ചിട്ട് സാറിന്റെ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്തെന്നങ്ങ് വിചാരിക്കുക. അതിന് പകരം എനിക്ക് അങ്ങനെ നടന്നു കഴിഞ്ഞാ അതിന്റെ ലാഭം നിങ്ങൾക്കല്ലേ? വേറൊന്നുമില്ല, ഈ സ്റ്റാമ്പ് പേപ്പറിൽ റാണി മാഡത്തിന്റെ ഒരു ഒപ്പ് വാങ്ങിച്ചു തന്നാ മതി. സമ്മതിച്ചു. അതിന് പകരമായി എന്റെ ഫാക്ടറിയിൽ ഞാൻ നിങ്ങളെ പാർട്ണറായിട്ട് ചേർക്കാം. 60 എനിക്ക്, 40 നിങ്ങൾക്ക്. ഈ ചെരുപ്പടിക്ക്. എന്താ? എന്റെ ചെരുപ്പടിക്കാനോ? കല്ലു, നിന്റെ യോഗ്യത എന്താ ഇപ്പം മനസ്സിലായില്ലേ? പഴമക്കാര് പറഞ്ഞത് വെറുതെയല്ല. മനുഷ്യൻ അവന്റെ വസ്ത്രങ്ങൾ മാറ്റിയോണ്ട് മാത്രം അവന്റെ സ്ഥാനം മാറില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നീ ഞങ്ങളുടെ അടിമയുടെ മോനല്ലേ. ആ സമയത്ത് രാജാക്കന്മാരുടെ ചെരുപ്പുകളെടുത്ത് സ്വന്തം തലയിൽ വെച്ച് അവരുടെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു അല്ലേ? ആ ചെരുപ്പുകൾ സ്വന്തം കൈകൊണ്ട് തൊടാൻ പോലുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളവരുടെ പിൻഗാമിയായ നീ എന്നോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് പറയുന്നു. 60-40 അല്ലേ? ഇറങ്ങിപ്പോടാ. ദിഗ്വിജയുടെ അടുത്താണ് ബിസിനസ് സംസാരിക്കാൻ വരുന്നത്. 40% എനിക്കാണ്, 60% എനിക്കാ. നമസ്കാരം റാണി. വരൂ. നമസ്കാരം. ഇരിക്കൂ. തിരുമേനി, നിങ്ങൾക്കറിയാമല്ലോ, വീർഗറിന്റെ 12ാം വർഷ പൂജയ്ക്കുള്ള നേരം അടുത്തു കഴിഞ്ഞു. നിങ്ങൾ എത്രയും വേഗം നല്ലൊരു മുഹൂർത്ത ദിവസം നോക്കി പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ തുടങ്ങിക്കൊള്ളൂ. ആയിക്കോട്ടെ റാണി. 12ാം വർഷത്തെ പൂജയോ? അതെ. ഇതെന്ത് പറ്റി? സമ്പ്രദായങ്ങളൊക്കെ മറന്നുപോയോ? വീർഗഡിന്റെ രാജാവ് സ്വന്തം കൈകൊണ്ട് ശിലയെടുത്ത് വെക്കുന്നത് വരെ ആ പൂജ അവസാനിക്കില്ല. ഇത് തന്നെയല്ലേ ഇതുവരെയായിട്ടുള്ള വീർഗഡിന്റെ സമ്പ്രദായം. പക്ഷേ രാജാവ് എവിടെ? നിങ്ങൾക്കറിയാവുന്നതല്ലേ ഞാനൊന്നും മറക്കാറില്ലെന്ന്. നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ശരി റാണി. ഈ പൂജ വീർഗറിന്റെ രാജാവായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വീർഗഡിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ട അടുത്ത അനന്തരാവകാശി ആരാണെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. എനിക്ക് എന്റെ തന്നെ കണ്ണു കിട്ടാതിരുന്നാ മതി. എല്ലാവർക്കും നമസ്കാരം. എത്ര നല്ലതും സത്യസന്ധവുമായ ചിന്തകളാണ് നിങ്ങളുടെ. ഈ നാട്ടിലെ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അവരുടെ മഹാരാജാവിന്റെ പേരൊന്ന് കേൾക്കാൻ. എതിർപ്പൊന്നുമില്ലെങ്കിൽ ആ പേര് എന്നോടൊന്ന് പറയാമോ? തക്ക സമയം വരുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. വരവേൽപ്പിനുള്ള ഏർപ്പാടുകളും ചെയ്യാൻ പറയാം. ആജ്ഞ പോലെ ആവട്ടെ റാണിയമ്മേ. ഇവരെന്താ സംഭവിക്കുന്നേ? റോജ മോളെ വാതിൽ തുറക്കേ. വാതിൽ തുറക്കുമ്പോളെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. പേടിക്കണ്ട, പപ്പ ചേച്ചി ഇപ്പൊ തന്നെ രക്ഷിക്കും. മോളെ പേടിക്കണ്ട, വാതിൽ തുറക്ക്.
നീ പോയിട്ടൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് വാ. റോജ, പപ്പ എന്നെ രക്ഷിക്ക്. പപ്പ മഹാറാണിയുടെ കഥ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്ക്. ചേച്ചിയുടെ പേടി മാറും. ഇവൾക്ക് ഇരുട്ടെന്ന് പറഞ്ഞാൽ നല്ല പേടിയാണ്. ഈ കഥയിലെ പകുതി സത്യം പകുതി കള്ളവുമാണ്. ഒരു കാലത്തൊരു റാണി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവളുടെ സിംഹാസനം എത്ര തന്നെ വലുതാണോ അതിനേക്കാൾ അവളുടെ മനസ്സ് വലുതായിരുന്നു. ഉദിക്കുന്ന സൂര്യനോട് പോലെയുള്ള ബഹുമാനം, കണ്ണിൽ അല്പം പോലും ഭയമില്ല, മുഖത്തിൽ വിശ്വാസത്തിന്റെ വെളിച്ചം, ആ കണ്ണുകളിൽ സ്നേഹമുണ്ടായിരുന്നു. പാവപ്പെട്ടവരുടെ പട്ടിണി അകറ്റുന്ന ഒരു അമ്മയായിരുന്നു അവൾ. ചില സമയത്ത് തീയായും വെള്ളമായും മെഴുകുതിരിയുമായിരുന്നു അവൾ. സ്നേഹം, വീര്യം, ധൈര്യം എന്നിവയായിരുന്നു അവളുടെ അടയാളങ്ങൾ. അവളാണ് ആ നാടിന്റെ മഹാറാണി. യാതൊരു വഴിയുമില്ലെങ്കിലും വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നതാണ് ധീരത. കാറ്റിന്റെ ദിശ തന്നെ മാറ്റുന്നതാണ് ധീരത. ബലഹീനരുടെ മുന്നിൽ നിന്റെ ബലം കാണിക്കുന്നത് ധീരതയല്ല. നീ നിരായുധപാണിയാണെങ്കിലും ശത്രുക്കളെ നേർക്കുനേർ നേരിടുന്നതാണ് ധീരത. ബലഹീനരെ നിന്റെ മുന്നിൽ മുട്ടുകുത്തിക്കുന്നത് ധീരതയല്ല. കഷ്ടതയിൽ നിന്നും ഒരാളെ രക്ഷിക്കുന്നതാണ് ശരിയായ ധീരത. സത്യമെന്നായത് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? മനസ്സിന് നന്മയുള്ളപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ഭയപ്പെടണം? നമ്മളും മനുഷ്യരല്ലേ? ചോദ്യങ്ങൾ കൊണ്ട് നമ്മളെ മുറിവേൽപ്പിച്ചേക്കാം. സത്യം തന്നെ നമ്മുടെ ഭാഗത്തായിരിക്കുമ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? ചോദിക്കാൻ വന്ന ചോദ്യം ചോദിക്കാൻ എന്തിനാ മടിക്കുന്നത്? ചോദിക്കാൻ തന്നെയാ വന്നത്. ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം അമ്മയെ വലിച്ചെറിഞ്ഞു പോയ ആ മകനെക്കുറിച്ച് തന്നെയാണോ ഈ നിമിഷവും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വന്തം മകനേക്കാൾ ഉപരി സ്വന്തം സഹോദരന്റെ മകനെയാണ് നിങ്ങൾ സ്നേഹം കൊടുത്ത് വളർത്തിയത്. പക്ഷേ ഇപ്പോൾ അമ്മയുടെ സ്നേഹമാണോ മുഖ്യം? 2 കോടിയുടെ ആസ്തിയുള്ള ആ പെൺകുട്ടിയുടെ പ്രണയമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ ശരൺ എന്താ ചെയ്തതെന്ന് അമ്മയ്ക്കറിയില്ലേ? അമ്മയ്ക്കായിരുന്നില്ല വില, ആ പെണ്ണിനായിരുന്നു. അമ്മയുടെ ഈ സ്നേഹം ഇപ്പോ റാണിയുടെ കടമയ്ക്ക് തടസ്സമായി മാറിയിരിക്കുകയാണോ? അതോ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പാടെ മറന്ന് അമ്മയുടെ മകന് വീർഗഡിന്റെ സിംഹാസനം എഴുതി കൊടുക്കാൻ പോവുകയാണോ? അമ്മയുടെ അറിവിലേക്കായി പറയുകയാണ്, ഈ രാജകുടുംബത്തിന്റെ രക്തമായ അമ്മയുടെ സഹോദരന്റെ മകൻ ശരൺ ജയ്പൂരിന്റെ തെരുവിൽ തന്റെ മാനം വിറ്റു തൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിംഹാസനം തെറ്റായ കൈകളിലേക്ക് പോവുകയില്ലെന്ന് എന്റെ ചേട്ടന് ഞാൻ സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും സത്യം പാലിക്കാതിരുന്നിട്ടില്ല. ജയ്പൂരിൽ നിന്ന് മടങ്ങി വന്ന ഉടനെ ഞാൻ വീർഗറിന്റെ പുതിയ മഹാരാജാവിന്റെ പേര് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രഖ്യാപിക്കുന്നതാണ്. എനിക്ക് എന്റെ തന്നെ കണ്ണു കിട്ടാതിരിക്കട്ടെ. നാളെ റാണിയമ്മ തന്റെ മകൻ പൃഥ്വിയെ വീർഘട്ടിന്റെ മഹാരാജാവ് എന്ന് പ്രഖ്യാപിക്കാൻ പോവുക. അത് കഴിയുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് ഞാൻ, വീർഘട്ടിന്റെ മഹാറാണി. നാളെ എന്റെ ആ വലിയ സ്വപ്നം പൂർത്തിയാകും. ഏതിനു വേണ്ടിയാണോ ഞാൻ ഈ ബലികളെല്ലാം കൊടുത്തത്? ഓ, നാളെ എന്തിനാ നാളെ ഇന്ന് നാളെയായി നിൽക്കുന്നത്? ഇന്ന് എന്തുകൊണ്ട് ഇന്നല്ല?
റാണിയുടെ മുഖത്ത് രാജകല അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ഞങ്ങളുടെ ആയുസ്സും അവർക്ക് അങ്ങനെ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാറാണി! 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 മഹാറാണി, പൂജാരി പൂജ ചെയ്ത ആദ്യത്തെ പ്രസാദം ബീർഗളിന്റെ കൊച്ചുമകളായ ഈ രാജ്യത്തെ മഹാരാജ്ഞിക്ക്. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ഫോട്ടോയും വെച്ച് വിഷമിച്ചോണ്ടിരിക്കുക? നിങ്ങളൊന്ന് നേരിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. ആ കഥയിലുള്ള മഹാറാണിയെ എന്റെ കുട്ടികൾ ഒരിക്കലെങ്കിലും കാണണം. അവരുടെ അടുത്ത് നിന്ന് എന്റെ കുട്ടികൾ അനുഗ്രഹം വാങ്ങണം. മോനെ ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ ചേച്ചി, ചേച്ചി ഓടിക്കുന്നത് സൈക്കിൾ തന്നെയല്ലേ, റോക്കറ്റ് ഒന്നും അല്ലല്ലോ. പപ്പയ്ക്ക് എന്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്ന നീ ആലോചിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇരുന്നിട്ട് ആലോചിക്കാലോ. എന്റെ കാൽ ഇവിടെ ജോലി എടുത്തോണ്ടിരിക്കല്ലേ, നിന്റെ ബ്രെയിനെ കൊണ്ട് കുറച്ച് ജോലി എടുപ്പിക്ക്. എന്റെ ചേച്ചി, വയറ്റിൽ എലിയോടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യാനാ? അങ്ങോട്ട് നോക്കി. നിന്റെ വയറിനകത്തെ എലിയെ കൊല്ലാനുള്ള മരുന്ന് കിട്ടി മോനെ. ഇങ്ങോട്ട് നോക്കി. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ? മഹാറാണി! 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 ബാദുഷയോ? സോറി, ഞാൻ ബാദുഷ കണ്ട് ഓടി വന്നതാ, അറിയാതെ നിങ്ങളുടെ മേത്തിടിച്ച്. സോറി. മോന് വിശക്കുന്നുണ്ടോ? അതേ മുത്തശ്ശി, ബാദുഷ കണ്ടപ്പോ എനിക്ക് നല്ല വിശപ്പ് വന്നു. മുത്തശ്ശിയല്ല, മഹാറാണി. ദാ കഴിക്കേ. പൂജാരി പൂജ ചെയ്ത ആദ്യത്തെ പ്രസാദം ബീർഗളിന്റെ കൊച്ചുമകളായ ഈ രാജ്യത്തെ മഹാരാജ്ഞിക്ക്. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, അറിയാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കരുതെന്ന്. ഇനി ഇവരെങ്ങനെ ഇതിനകത്ത് മയക്കമരുന്ന് നേരത്തെ നിന്നെ കിഡ്നാപ്പ് ചെയ്താൽ നീ എന്ത് ചെയ്യും? കൊച്ചേ, ആരോടാ സംസാരിക്കുന്നെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? നോക്കി അങ്കിൾ, ആരാ എന്താന്നറിയാത്ത ആളുകളിൽ നിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കരുതെന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോലെ അനൗൺസ് ചെയ്യാറില്ലേ? നിങ്ങൾ ഇതിന് എത്ര ദേഷ്യപ്പെടുന്നേ? അയ്യോ എന്റെ ദൈവമേ, ഈ പെൺകുട്ടിയെ വീർഗളിന്റെ കൊടിയനെ അപമാനപ്പെടുത്തിയല്ലോ. നിനക്കറിയോ, വീർഘട്ടിന്റെ കൊടിയെ നീ ഇപ്പൊ അപമാനിച്ചത് റാണിഷായെ അപമാനിച്ച പോലെ. മാം സോറി, ഞാനിതൊന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ഒറ്റ നോട്ടത്തിൽ എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിയും. നീ ചെയ്തത് തെറ്റല്ല, പാപമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരു മഹാപാപിയാണ്. ഇനി ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടരുതെന്ന് പ്രാർത്ഥിക്കുക. ബൈ ബൈ മുത്തശ്ശി. ഒരു ബാദുഷ തരുമ്പോഴത്തേനും മുത്തശ്ശിയാവോ? ചേച്ചി ഒന്ന് കഴിച്ചു നോക്ക്, അപ്പൊ ചേച്ചിയും മുത്തശ്ശിയും മുത്തശ്ശി എന്ന് പറയും. ഐഡി കിട്ടിപ്പോയി.
ബർത്ത്ഡേ പപ്പ, എന്റെ മഹാരാജാവ്. പപ്പയുടെ ബർത്ത്ഡേക്ക് നല്ല തീം തന്നെ കിട്ടിയല്ലേ? നല്ല ഭംഗിയുണ്ട്. നാളെ നമ്മള് പപ്പയെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ട് പപ്പയ്ക്ക് സ്വയം രാജാവാണെന്ന് തോന്നണം. അതൊക്കെ ശരിയാ ചേച്ചി. നമ്മൾ എന്തിനാ സ്റ്റോർ റൂമില് ഒളിച്ചിരുന്ന് ഇതൊക്കെ ചെയ്യുന്നേ? എന്നാലല്ലേ ആരും കാണാതിരിക്കൂ കുരുപ്പേ. ആ ശരി ശരി, എന്ന് പെട്ടെന്ന് തീർക്ക് ചേച്ചി. നീ ചെല്ല്, എന്നിട്ട് നന്നായിട്ട് കൂർക്കം വലിച്ചുറങ്ങ്. നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. വേണ്ട വേണ്ട ചേച്ചി, ഇനിയെങ്ങാനും ഇവിടെ ഇരുട്ടായി പോയാലുണ്ടല്ലോ, പിന്നെ ചേച്ചി ആകെ പേടിച്ച് ബഹളം വെക്കാൻ തുടങ്ങും. അപ്പൊ സർപ്രൈസ് അല്ല, എല്ലാവർക്കും ഷോക്കാവും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടന്നോറതാ. അത്രേ ഉള്ളൂ. ഇനി ഒരു ചുവപ്പ് നൂൽ കിട്ടിയാൽ മാത്രം മതി, എല്ലാം ഫിനിഷ് ആവും. അയ്യോ എന്റെ ദൈവമേ, ഈ പെൺകുട്ടിയെ വീർഗളിന്റെ കൊടിയെ അപമാനപ്പെടുത്തിയല്ലോ. നിനക്കറിയോ വീർഘട്ടിന്റെ കൊടിയെ നീ ഇപ്പൊ അപമാനിച്ചത് റാണിഷായെ അപമാനിച്ച പോലെ. ഇതൊക്കെ എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരു മഹാപാപിയാണ്. ഇനി ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടരുതെന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പച്ചക്കറിയും സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വഴിയിലൂടെ വരുന്നത് വല്ലവരും കണ്ടു കഴിഞ്ഞാ കാണുന്നവരെന്താ കരുതുക? സ്നേഹം, ധൈര്യം, പിന്നെ നന്മ. ഞാൻ രാജാവ് തന്നെയല്ലേ? ഇങ്ങനെ പച്ചക്കറിയും സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വഴിയിലൂടെ വരുന്നത് വല്ലവരും കണ്ടു കഴിഞ്ഞാ സ്നേഹം, ധൈര്യം, പിന്നെ നന്മ. ഞാൻ രാജാവ് തന്നെയല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു പപ്പ? പറയ്. കഷ്ടകാലം വരുമ്പോ അതാ കാലത്തെ തന്നെ നശിപ്പിക്കും. അധികമായിട്ട് വെയിലടിക്കുമ്പോ അവരുടെ നിഴലാൽ നമ്മളെ മൂടും. സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവരൊരു കടൽ പോലെയാണ്. സ്നേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് എല്ലാ മുറിവുകളും സുഖപ്പെടുത്തും. ഇതെല്ലാം ഉണ്ടായിരിക്കുമ്പോ അവരുടെ മേലാരോ കണ്ണു വെച്ചു. എല്ലാം ശരിയായിട്ടാ പോയിക്കൊണ്ടിരുന്നേ. പക്ഷെ തലവിധി എല്ലാം തന്നെ മാറ്റിമറിച്ചു. രണ്ടു ഭാഗത്ത് ന്യായമുണ്ടായിട്ടും രണ്ടുപേരും തമ്മിൽ വഴക്കിടാൻ തുടങ്ങി. ഏത് കൈപിടിച്ചാണോ ദിവസവും നടന്നിരുന്നത് അതെന്നെ വിട്ടു പോയി. എനിക്ക് തന്നെ എന്റെ കണ്ണു കിട്ടാതിരുന്നാ മതി. ഏത് രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന സ്വപ്നമാണോ ഞാൻ എന്നും ഒരു സ്വപ്നം മാത്രമായി കണ്ടുകൊണ്ടിരുന്നത്? അങ്ങനെ അവസാനം എന്റെ ആ സ്വപ്നം പൂർത്തിയാവാൻ പോവുകയാണ്. അവസാനം ആ ദിവസം എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കഥയിലുണ്ടായിരുന്ന റാണി വീരന്മാരുടെ റാണിയാണോ? അവരുടെ രാജകുമാരൻ എന്റെ പപ്പയാണോ? നീ ചെയ്തത് തെറ്റല്ല, മഹാപാപമാണ്. ഇനി ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടരുതെന്ന് പ്രാർത്ഥിക്കുക. നീ എന്ത് പണിയാ കാണിച്ച റോജ? നിന്റെ മുത്തശ്ശിയോട് എന്നെ നീ വഴക്കടിച്ചോ? ഇല്ല, അവര് നിന്റെ മുഖത്തേക്ക് പോലും നോക്കില്ലല്ലോ. ഒരു തീനാളത്തിന് ചാരമായി മാറാൻ കഴിയും, പക്ഷെ ചാരത്തിന് ഒരിക്കലും വീണ്ടും ഒരു തീനാളമായി മാറാൻ കഴിയില്ല. അല്ലെങ്കിലും ശരൺ ബന്നയുടെ പേരിന്റെ താളുകൾ വീർഗഡിന്റെ പുസ്തകത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇല്ലാതായതാണ്. ഇന്നെന്റെ കൈകൾ കൊണ്ട് അതിന്റെ അന്ത്യസംസ്കാരവും നടന്നിരിക്കുന്നു. ഇനി ഒരിക്കലും ആ ചരണിനെ കൊണ്ട് ഈ രാജ്യസിംഹാസനത്തിന്റെ അവകാശിയാവാനാകില്ല. പപ്പ, പകുതിയിൽ നിർത്തിയ കഥ ഈ മകൾ അവസാനിപ്പിക്കും. അതും നാളെ തന്നെ. നാളെ നിങ്ങളുടെ മഹാറാണിയെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്യാൻ പോവാ. ആൻഡ് ഐ എം ഷുവർ ഇനി നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹത്തിന് ആരുടെയും കണ്ണു കിട്ടില്ല. നാളെ മഹാറാണിയും അവരുടെ മഹാരാജാവും തീർച്ചയായിട്ടും മീറ്റ് ചെയ്യും. ദുർഗാദേവി എന്നെ സഹായിക്കും.